ദുരന്ത മേഖലയിൽ കൂടുതൽ കടാവർ നായ്ക്കളെ എത്തിച്ച് തെരച്ചിൽ നടത്തുമെന്ന് ADGP MR അജിത് കുമാർ പറയുന്നു. ഈ കടാവർ നായ്ക്കളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മൃതദേഹങ്ങളും അതുപോലെ മനുഷ്യ സാന്നിധ്യമൊക്കെ മണം പിടിച്ച് കണ്ടെത്താൻ കഴിയുന്ന നായ്ക്കളാണ്, പ്രത്യേക പരിശീലനം കിട്ടിയ നായ്ക്കളാണ്. വയനാട്ടിലെ ഈ ദുരന്ത ഭൂമിയിലൊക്കെ തന്നെ ഇത്തരം നായ്ക്കളെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നായ്ക്കളുടെ ചില പ്രതികരണങ്ങളിൽ നിന്ന് അവിടെ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന്, പെട്ടെന്ന് മൃതദേഹങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്നൊക്കെ നമ്മുടെ രക്ഷാസേനയ്ക്ക് തിരിച്ചറിയാൻ കഴിയും. അത്തരം നായ്ക്കളെ കൂടുതലായി ഉപയോഗിക്കുമെന്നാണ് ADGP ഇപ്പോൾ പറയുന്നത്. തെരച്ചിൽ നടക്കുന്ന 6 സോണുകളിൽ ഒരു സോണിൽ വെള്ളമാണെന്നും പ്രദേശവാസികൾ ആവശ്യപ്രകാരം അവർ പറയുന്നിടത്ത് തെരച്ചിൽ നടത്തുമെന്നും ADGP അല്പം മുമ്പ് 24-നോട് പറഞ്ഞു. രക്ഷാപ്രവർത്തനം, തിരച്ചിൽ എത്രമാത്രം മുന്നോട്ട് പോകാൻ സാധിച്ചു? ഇത് ഇന്ന് 5ാം ദിവസമാണ്. നമ്മൾ ഇതുവരെ നടന്നു വരുന്നത് പോലെ തന്നെ 6 സോണായിട്ട് തിരിച്ചാണ് നമ്മളിപ്പം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ 6 സോണിൽ ഒരു പ്രധാന സോണ് വാട്ടറാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ മുതൽ തന്നെ വാട്ടർ പോലീസ് സ്റ്റേഷൻ വൈസ് ഡിവൈഡ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ്റെയും അതുപോലെ തന്നെ സന്നദ്ധ ആൾക്കാരുടെയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെയും രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ നടക്കുകയാണ്. അത് കൂടാതെ അതിന് ഡ്രോൺ ഫെസിലിറ്റീസും പോലീസിൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. അതുവഴി മിയാൻഡർ ചെയ്യുന്ന ഏരിയാസും തങ്ങി നിൽക്കാൻ സാധ്യത ഏരിയാസും നോക്കിയതിന് ശേഷം ആ ഏരിയ കോൺസെൻട്രേറ്റ് വാട്ടർ സെർച്ച് നടത്തുന്നത്. ഇന്നിപ്പോൾ നിലമ്പൂരിൽ നിന്ന് ആ ഭാഗത്ത് ഒരു ബോഡി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ആ സെർച്ചിൽ കൂടെ കൂടുതൽ ഈ റിവേഴ്സിൽ നിന്ന് ബോഡി കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ കടാവർ ഡോഗിൻ്റെ കാര്യം സാർ ഇന്നലെ പറഞ്ഞിരുന്നു. അതിന് ആ ഓപ്പറേഷൻ എത്രമാത്രം പുരോഗമിക്കും? അത് വളരെ എഫക്റ്റീവാണ്. ആദ്യം തന്നെ പോലീസിൻ്റെ കടാവർ ഡോഗാണ് 4 ലൊക്കേഷൻ കണ്ടുപിടിച്ചത്. ആ 4 ലൊക്കേഷനിൽ ബോഡി കിട്ടി. ഇപ്പോഴും അവർ ആ സെർച്ച് ഓപ്പറേഷൻസിലാണ്. കൂടുതൽ കടാവർ ഡോഗ്സ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലി ഇന്ന് മറ്റ് സംസ്ഥാനത്ത് കടാവർ ഡോഗ്സ് വരുന്ന പ്രതീക്ഷിക്കുന്നത്. ഈ കേരള പോലീസിൻ്റെ SOG ആണ് യഥാർത്ഥത്തിൽ ഈ ഓപ്പറേഷനിലെ താരങ്ങളെന്ന് വൈകിയാണ് പൊതുജനം അറിയുന്നത്, മാധ്യമപ്രവർത്തകർ പോലും അറിയുന്നത്. കാരണം ആദ്യം എത്തിയത് ഈ മാവോയിസ്റ്റ് ഓപ്പറേഷൻ്റെ ഭാഗമായി അണ്ടർ കവറായി കാട്ടിൽ കഴിയുന്ന അവരാണ്. ആ പ്രവർത്തനങ്ങൾ എത്രമാത്രം സഹായകമായി ആദ്യഘട്ടത്തിൽ? കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇവിടെ ഒരുപാട് SOG ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർ ഈ ടെറൈനുമായിട്ട് യൂസ്ഡ് ആണ്. ഈ ഓരോ ഇഞ്ചും അവർ വർഷങ്ങളായിട്ട് പെട്രോൾ ചെയ്ത് കാട്ടിക്കൂടെ പോകുന്ന ആൾക്കാരാണ്. അവർക്ക് ഏരിയ നന്നായിട്ട് അറിയാം. അവരിവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് വളരെ ആദ്യത്തെ രക്ഷാപ്രവർത്തനം മൊത്തം ഈ പാലവുമായി ബന്ധപ്പെട്ട സൈഡിലാണെങ്കിലും അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ SOGയുടെ ആൾക്കാരാണ് ഈ റിവർ കട്ട് ചെയ്ത് മുകളിൽ മങ്കി ക്രോളിൽ കൂടെ പോയി അപ്പുറത്ത് ക്രോസ് ചെയ്ത് ആദ്യത്തെ റെസ്ക്യൂ നടത്തുന്നത്. ഈ മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ചിലരെ കാണാനില്ല എന്ന വിവരം വന്നിട്ടുണ്ട്. എന്താണ് അതിൻ്റെ സ്ഥിരീകരണം? ADGPക്ക് പറയാനുള്ളത്? അല്ല, ശരിയാണ്. ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, അതിപ്പം ഡിസ്ട്രിക്ട് കമ്മീഷൻ നോക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇതിനു വേണ്ടി വോളണ്ടറി ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാതെ നമ്മുടെ കൂടെ അല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയില്ല. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞങ്ങൾ പോലും അറിയാതെ ഒരു ഗ്രൂപ്പിൽ ഇന്നലെ മിസ്സിംഗ് ആയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ കോസ്റ്റ് ഗാർഡുകാർ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പം റിക്കവർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് ആ ഡ്രോൺ സർവേ വഴി കിട്ടുന്ന ഡെപ്ത് മനസ്സിലാക്കിയതിന് ശേഷം ഏതൊക്കെ ഭാഗത്താണോ മെഷീനറി കൊണ്ടുപോയി ചെയ്യാൻ പറ്റുന്ന ആ ഏരിയ എല്ലാം നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഉള്ള ഇൻഹാബിറ്റൻസിൻ്റെ ആൾക്കാർ അവർ ഏതെങ്കിലും ഡിമാൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡിമാൻഡ് പറയുന്ന സ്ഥലം ഒന്നും കൂടെ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്ന രീതിയിൽ അതും കൂടെ ഒന്നും ഡിഗ് ഔട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. താങ്ക് യു. വളരെ കൃത്യമായി തന്നെ ADGP പറഞ്ഞത്, ഒന്ന്, രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോൾ ഏകോപിതമായി പോകണം. അത് സർക്കാർ സംവിധാനത്തെ, പോലീസിനെ അറിയിച്ച് തന്നെ പോകണം എന്നുള്ള നിർദ്ദേശമാണ്. കാരണം ഇപ്പോൾ ചാലിയാറിൽ രക്ഷാപ്രവർത്തനത്തിന് പോയ 3 പേരെ കോസ്റ്റ് ഗാർഡും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി എന്നുള്ള വിവരമാണ്, സന്തോഷ വാർത്തയാണ് ADGP ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. നമ്മളുമായി ചേർന്ന് MR അജിത് കുമാർ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ വോളണ്ടറി ആയിട്ട് പല ആളുകളും ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നുണ്ട്. പക്ഷേ അവരൊക്കെ തന്നെ പോലീസ് സേനയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഏകോപനം മുഴുവൻ സംസ്ഥാന സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്ന MR അജിത് കുമാർ ADGP ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ അറിയിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ളൊരു ടെറൈനിൽ, പ്രത്യേകിച്ച് വനപ്രദേശമൊക്കെ ഉണ്ട്, പാറക്കൂട്ടങ്ങളുണ്ട്, ഇതിനിടയിലേക്ക് പോയി കഴിഞ്ഞാൽ ആരും അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തനത്തിന് അണിചേരുന്നുവെങ്കിൽ അത് ഔദ്യോഗികമായി പോലീസ് സംവിധാനത്തെ അറിയിച്ചിട്ട് വേണം ഇറങ്ങാൻ എന്നുള്ള കാര്യമാണ്. അതുപോലെ മുഫീദ് പടിക്കൽ പറയുന്നു, മുല്ലപ്പെരിയാർ ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും നമുക്കത് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്യില്ല എന്നുള്ളതല്ല. നമ്മൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് മുല്ലപ്പെരിയാർ. നമ്മൾ ഒരു ഇത്രയും പഴക്കം ചെന്ന ഒരു ഡാം വീണ്ടും നിർമ്മിച്ച് പുതുക്കിയ ഡാം കൊണ്ടുവരുന്നത് കുറച്ച് നേരത്തെ ആയിപ്പോയത് ആയാലും നല്ല കാര്യമാണ് എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഞങ്ങളുടെ പക്ഷം അത് തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടും അത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാലം പഴക്കമുള്ള ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ. അപ്പോൾ നമുക്കത്, പക്ഷേ നമ്മളത് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് നമ്മൾ കയറിയാൽ ഈ അവിടെ നടക്കുന്ന രക്ഷാദൗത്യത്തിനും ഒക്കെ തടസ്സമുണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ അത് ഫോക്കസ് ചെയ്യാൻ പോകാൻ പറ്റില്ല. അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രശ്നം നമ്മൾ പരിഗണിക്കുന്നില്ല എന്നല്ല.